ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ കലാമു അതുമാണ്. വഹിയ സിഫത്തുൻ അസ്ലിയത്തുൻ, ഒരു അസ്ലിയ സിഫത്ത് തന്നെയാണ് അതും. ഉബ്ബിറ അൻഹ, അതിനെ തൊട്ട് ഇബാറത്തിടപ്പെടും ബിൻ നളമിൽ മുസമ്മാ ബിൽ ഖുർആൻ അൽ മുറക്കബി മിനൽ ഹുറൂഫ്. ഖുർആൻ എന്നതുകൊണ്ട് പേര് പറയപ്പെടുന്ന ഒരു കോർവ. എന്തിനാലുള്ള കോർവയാണത്? അൽ മുറക്കബി മിനൽ ഹുറൂഫ്, ഹർഫുകളാൽ ക്രോഡീകരിക്കപ്പെട്ട ഒരു നളുമ് എന്നതുകൊണ്ട് ഇബാറത്തിടപ്പെടുന്ന അസലിയായ ഒരു സിഫത്താണ് കലാം. അപ്പോൾ നമ്മളെപ്പോലുള്ള ലിസാനിലേക്ക് വരുമ്പോൾ അതിന് ഹർഫുണ്ടാവും. അതേ സ്ഥലത്തിൽ അള്ളാഹുവിൻ്റെ നഫ്സിൽ നിൽക്കുമ്പോൾ അതിന് എന്തുണ്ടാവില്ല. ഇനിയിപ്പോൾ നമ്മളെ നഫ്സിൽ നിൽക്കുമ്പോഴോ അപ്പോഴും ഒക്കെ ശേഷം പറയേണ്ടതാ. അപ്പോൾ ദാലിക്ക ഇങ്ങനെ ഒന്ന് പറയാൻ കാരണം ലി അന്ന കുല്ലമൻ യഉമുറു വ യൻഹാ വ യുഖ്ബിറു, അംറ് നഹി ഇഖ്ബാർ ഇതൊക്കെ നടത്തുന്ന ഏതൊരു വ്യക്തിയും യജിദു മിൻ നഫ്സിഹി, അവൻ്റെ കൽബിൽ നിന്ന് അവൻ എത്തിക്കും മാനൻ, എന്തോ ഒരു മാന എത്തിക്കും. നമ്മൾ എന്തോ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ വിലക്കുകയാണെങ്കിൽ കൽബിൽ എന്തോ ഒരു സംഗതി എത്തിക്കുന്നുണ്ട് ആദ്യം. എന്നിട്ട് സുമ്മ യദുല്ലു അലൈഹി, എന്നിട്ട് പിന്നെ കൽബിലുള്ള ആശയത്തെ ഇവൻ അറിയിക്കുകയാണ് ബിൽ ഇബാറത്തി, മൊഴിഞ്ഞിട്ടോ അവൽ കിതാബത്തി എഴുതിയിട്ടോ അവൽ ഇഷാറത്തി ആംഗ്യം കാട്ടിയിട്ടോ ഇവൻ്റെ കൽബിൽ എന്തോ ഒരു സംഗതി ആദ്യം വരുന്നുണ്ട്. അപ്പോൾ ഈ എണീച്ച് നിൽക്കുന്നതിൻ്റെ കൽബിൽ ഇതിൻ്റെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? ഒന്നുകിൽ കൊം എന്ന് അതുകൊണ്ട് പറയും, അല്ലെങ്കിൽ കൈയോട് ഇങ്ങനെ അങ്ങനെ കാട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ അവിടെ എഴുതും. ഇങ്ങനെയൊക്കെ കൽബിലുള്ളത് പുറത്തേക്ക് വെളിവാക്കുകയാണ്. സംഗതി വരുന്നത് എവിടെയാണ്? ആദ്യം കൽബിലാണ്. വഹുവ ഗൈറുൽ ഇൽമി. അപ്പോൾ ഈ കലാമ് എന്നത് ഇൽമല്ലാത്ത ബന്ധം എന്നാണ്. ഇപ്പം എൻ്റെ കൽബിൽ ഓനൊടുക്കും എന്ന് പറയ് എന്ന് സംഗതിൻ്റെ വരുമ്പോൾ ഇൽമല്ലാത്ത ബന്ധോ വേറൊന്നും എൻ്റെ കൽബിൽ വന്നിന്. അതിന് ഇൽമ നല്ല പറയാം, ഇൽമല്ലാത്ത ബന്ധോ എൻ്റെ കൽബിൽ വന്നിന്. ഇത് കാരണം അത് യുഹ്ബിറുൽ ഇൻസാനു അമ്മാലായാലും ഒരു മനുഷ്യനെ ഇപ്പോൾ താൻ ഉറപ്പില്ലാത്തോ പറയല്ലോ, തനിക്ക് ഉറപ്പില്ലാത്തോ പറയാൻ വയ്ക്കുമല്ലോ. പറയണ എന്താണ്? കൽബിലുള്ളത്. കൽബിലുള്ളതോ ഇൽമില്ലാത്തതും പറയില്ലേ. ബൽ യഅലമു ഖിലാഫഹു, ചിലപ്പോൾ പഠിച്ചതിന് വിപരീതമാണ് ഈ കാര്യം പറയുന്നത്. അതിനുണ്ടാവും. ഗൈറുൽ ഇറാദ, എന്നാ ഇറാദത്തും അല്ലത്. ഇറാദത്ത് വേറെന്തോ ഒന്നാണ്. ഞാൻ കാര്യം ഉദ്ദേശിക്കുന്നത്, ഞാൻ കാര്യം പറയാന്നുള്ളൂ, ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞെന്നുള്ളൂ കേട്ടോ, എനിക്ക് ഉദ്ദേശമില്ല. അപ്പോൾ ഇറാദത്തല്ലാതെ വേറെന്തോ ഒന്നാണ് എന്ത് ഈ പറയണകലാണ്. ഇല്ലി എന്നോക്ക് അത് യൗമുർ വിമാല യുരീദു, താൻ ഉദ്ദേശിക്കാത്ത ചിലപ്പോൾ കൽപ്പിക്കുമല്ലോ. ഏതൊരു ഉദാഹരണം കമൻ അമറ അബ്ദഹു ഖസ്ദൻ ലി ഇസ്ഹാരി ഇസിയാനിഹി, എൻ്റെ അടിമ ഇസിയാൻ ചെയ്യുന്ന ആളാണ് എന്ന് ഹാദിരിങ്ങൾ വെളിവാക്കി കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കാണ്ട് അടിമനോട് കാര്യം കൽപ്പിക്കും. എന്നാൽ ഞാൻ സാധനം എടുത്താന്നറിയും. ഞാൻ എന്തിനാ കൽപ്പിച്ചാൽ അറിയോ? ഈ ഹാദിരിങ്ങൾക്ക് ബോധ്യപ്പെടുത്താം, അപ്പോൾ ഞാൻ പറഞ്ഞ കേൾക്കാത്ത ആളാണെന്ന് ബോധ്യപ്പെടുത്താം. അപ്പോൾ ഓരോ അടിമനോടെന്ന് പറഞ്ഞു, എടാ ആ സാധനം എടുത്താറുന്നു. അപ്പോൾ ഹാദിരികൾ ബോധ്യപ്പെട്ടു. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യൂല, പറഞ്ഞാൽ ചെയ്യൂല. ചെയ്യാതൊക്കെ ഹാദിരിങ്ങൾക്ക് എന്ത് ബോധ്യപ്പെടും? ഓൻ ചെയ്യുക. അപ്പം ഉദ്ദേശിക്കാത്ത വരെ കൽപ്പിക്കും. പിന്നെ വാരിമിറ്റിസാലിഹി അല്ല അവാമിറ, അവാമിർക്ക് അനുസരിക്കാത്ത ആളാണ് എന്ന് വെളിവാക്കി കൊടുക്കാൻ വേണ്ടി കാണ്ടും വൈസമ്മ ഹാദ കലാമൻ നഫ്സിയൻ, ഇതിനാണ് നഫ്സിയ കലാമ് അറിയാം. അത് നമ്മളെപ്പോലത്തെ നമ്മളെപ്പോലത്തെ ഹാദിസീങ്ങളായ മുംകിനീങ്ങളായ നമ്മൾക്ക് വരെ നഫ്സിയ കലാമുണ്ട്. നഫ്സിയ കലാം നമ്മൾക്ക് തന്നെ ഉണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഉണ്ട് നഫ്സിയായൊരു കലാം. അത് അള്ളാഹ് നഫ്സിയ കലാമാവുമ്പോൾ അസ്ലിയാണ് ഈ കാരം, അത് ഹാദിസാവില്ല. നമ്മളതാവുമ്പോഴോ നമ്മൾ ഹാദിസായതുകൊണ്ട് നമ്മൾ നഫ്സിയ കലാം ഹാദിസാണ് കാരം. അലാമ അഷാറ ഇലൈഹിൽ അഖ്തലു, ഇങ്ങനെ അഖ്തല് ഇഷാറത്താക്കിയിട്ടുണ്ട് കൗലു കൊണ്ട്. ഇന്നൽ കലാമ ലഫിൽ ഫുആദി വ ഇന്നമാ ജുഇലൽ ലിസാനു അലൽ ഫുആദി ദലീലാ, ഈ കലാം എന്നത് ഹൃദയാന്തരത്തിൽ മാത്രമാണ്. കലാം നാവിലല്ല. കലാം എവിടെയാണ്? ഫുആദിലാണ്. വ ഇന്നമാ ജുഇലൽ ലിസാനു, നാവിനെ ആക്കപ്പെട്ടിരിക്കുന്നതാണ്. ദലീലൻ അലൽ ഫുആദ്, ഫുആദിൻ്റെ മേൽ ദലീൽ മാത്രമാക്കപ്പെട്ടതാണ്. അവിടെ ഇന്നമൻ്റെ മാന അവിടെയാണ്. എന്ത് മാത്രമാണ്? ഒരു ദലീൽ മാത്രമാണ്. ഏത്? ലിസാന്. ചിലപ്പം ഹാൻഡ് റൈറ്റിംഗ് ആണ് ഈ കാരണം, ചിലപ്പം ദലീൽ, ചിലപ്പോൾ ഇഷാറത്താണ് ഈ കാരണം ദലീൽ. അപ്പം നാവല്ല സാർത്ത് എന്ത് കലാം, നാവ് കൂടെ വരുന്ന അല്ല കലാം. കലാം എവിടെയാണ്? ഫുആദിലാണ്.
പിന്നെ വക്കാല ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നി സവ്വത്തു ഫീ നഫ്സി മക്കാലത്തൻ, എൻ്റെ നഫ്സിൽ ഞാൻ ഒരു ഭംഗിയാക്കി അലങ്കരിച്ച് ഒരുക്കി വെച്ചിട്ടുണ്ട് മക്കാലത്തൻ ഒരു വാക്കിനെ എന്നൊക്കെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കസീറമ്മ തഖൂലു സാഹിബിക്ക, നീ തന്നെ ചിലപ്പോൾ നിൻ്റെ കൂട്ടുകാരനോട് പറയണ്ടാവൂലേ, ഇന്നഫി നഫ്സി മക്കാല കലാമൻ ഉരീദു അൻ അദ്കുറലക അദ്കുറുഹുലക അദ്കുറഹുലക, എൻ്റെ മനസ്സിലൊരു കലാമുണ്ട്, ഞാൻ പറയണം എന്നാണ് എൻ്റെ ഉദ്ദേശം, അറിയില്ലേ? അപ്പം എന്താ മനസ്സിലായി? എൻ്റെ മനസ്സിലപ്പം എന്തുള്ളത്? കലാമുള്ളത്. അപ്പോൾ ഇതൊക്കെ ചുരുക്കം പറഞ്ഞുകൊണ്ടിരുന്നത് ഉത്ഭവം എവിടെയാണ്? ഫുആദിലാണ്. വദ്ദലീലു അലാ സുബൂതി സിഫത്തിൽ കലാം, അൽ കലാം എന്നൊരു സിഫത്ത് അള്ളാഹ്ക്ക് ഉണ്ട് എന്ന് എനിക്കുള്ള ദലീല് ഇജ്മാഉൽ ഉമ്മ, ഒന്ന് ഉമ്മത്തിൻ്റെ ഇജ്മാ ആണ്, ഏറ്റവും വലിയ ദലീൽ അത് തന്നെയാണ്. മറ്റേത് തവാത്തുറുൻ നഖ്ലി, മുതവാത്തിറായി കിട്ടിയ നഖ്ലാണ്. പിന്നെ ആരത്തൊട്ടന് ലംബിയ, ഈ അമ്പിയാക്കളെ തൊട്ട് അലൈഹിമു സ്വലാത്തു വസ്സലാം എന്താണ് കിട്ടിയത്? അന്നഹു തആല, അല്ലാഹു തആല എന്ന് മുത്തകല്ലിമുൻ, അല്ലാഹു മുത്തകല്ലിമാണ് എന്ന് മുത്തവാത്തിറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മൽ ഖത്ഈ, ഉറപ്പുള്ളതോടുകൂടെ ബിസ്തിഹാലത്തി തകല്ലുമി മിൻ ഗൈരി സുബൂതി സിഫത്തിൽ കലാം, അൽ കലാം എന്ന സിഫത്ത് സാബിത്താകാതെ മുത്തകല്ലിമാകുക എന്നുള്ള മുഹാലാകുക എന്നുള്ളത് ഉറപ്പാണ്. ആൾ മുത്തകല്ലിമാണ്, കലാമട്ടില്ലേനു അതുണ്ടാവൂല. ഫസബത്തായി അന്നലില്ലാഹി തആല സിഫാത്തിൻ സമാനിയത്തൻ, അപ്പോൾ അല്ലാഹുക്ക് 8 സിഫത്തുകളുണ്ട്. ഹിയൽ ഇൽമു വൽ ഖുദ്റത്തു വൽ ഹയാത്തു വസ്സംഉ വൽ ബസറു വൽ ഇറാദത്തു വത്തക്വീനു വൽ കലാമു, 8 വലമ്മാക്കാൻ ഫി സലാസത്തിൽ അഖീറത്തി, അവസാനം പറഞ്ഞ 3 ഉണ്ടല്ലോ, ഏത്? ഇറാദത്ത്, തക്വീന്, കലാമ്. ഈ 3 ഉണ്ടായപ്പോൾ സിയാദത്തു നിസായും വഖഫായിൻ, അധികരിച്ച തർക്കവും അധികരിച്ച അവ്യക്തതയും ഉണ്ടായപ്പോൾ കററൽ ഇഷാറത്ത ഇലാ ഇസ്ബാത്തിഹ, ഈ 3 സാബിത്താക്കലിലേക്ക് ഇഷാറത്തിന് മുസന്നിഫ് ആവർത്തിച്ചു. വകിദമിഹ, അത് ഖദീമാണെന്നത് സാബിത്താക്കലിലേക്കും ഉള്ള ഇഷാറത്ത് ആവർത്തിച്ചു. വഫസ്സലൽ കലാമ ബഅദ തഫ്സീൽ, ആ വിഷയത്തിലുള്ള സംസാരത്തെ ഒന്നുകൂടി ചെറിയൊരു വിവരണം കൂടി കൂട്ടി വിവരിച്ചു. ഫഖാല, മുസന്നിഫ് പറഞ്ഞു, വഹുവ അല്ലാഹു ആവുന്നത് മുത്തകല്ലിമു ബി കലാമിൻ വസിഫത്തുൻ ലഹു, അല്ലാഹുവിന് സിഫത്തായ കലാം കൊണ്ട് അല്ലാഹു മുത്തകല്ലിമാണ്. ഇത് മറ്റൊരു നല്ലൊരു കുത്തുത്താണ്. അതാ പറയാ ലറൂറത്തം തിനായി സിബാത്തിൽ മുസ്തഖീൽ ഷൈഇ, ഒരു ഷൈനിക്കുള്ള മുസ്തഖ് സാബിത്താകൽ മുത്തനിയാദിന് വേണ്ടി പിന്നെ ഒരു ഖിയാമി മഹദിൽ ഇസ്തിഖാഖി ബിഹി, ഇസ്തിഖാഖിൻ്റെ മഹദ് ഒരാളിലില്ലാതെ മുസ്തഖ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ല. മുസ്തഖ് മിൻഹു അതാണ് കലാം, അതിൽ നിന്നാണ് മുത്തകല്ലിം വരുന്നത്. അപ്പം കലാമില്ലേനും പിന്നെ മുത്തകല്ലിമാണെന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ല. വഫി ഹാദ റദ്ദുൻ, മുസന്നിഫിൻ്റെ ഈ മത്തിൽ റദ്ദുണ്ട് അല്ല മുഅ്തസിലത്തി, മുഅ്തസിലാക്കളുടെ മേലിൽ ഹൈദു ദഹബൂൽ പോയപ്പോൾ ഇലാന്നഹു മുത്തകല്ലിമുൻ, അല്ലാഹു മുത്തകല്ലിമാണെന്ന് പോലും പറയും. കേട്ടോ, എങ്ങനെ മുത്തകല്ലിം? ബി കലാമിൻ, കലാം കൊണ്ട് തന്നെയാണ്. പക്ഷേ ഹുവ കായിമും ബി ഗൈരിഹി, അള്ളാഹിലെ അല്ല നിൽക്കുന്നത്, വേറെ എവിടെയോ നിൽക്കുന്ന ഒരു കലാമാണ്. ലൈസ സിഫത്തല്ലോ, അള്ളാഹ്ക്കുള്ള സിഫത്തൊന്നും അല്ല, വേറെ ആളിലൂടെ ഒരു കലാമുണ്ട്, അക്കരമുണ്ട് അള്ളാഹു മുത്തകല്ലിമാണ് എന്നാ പോലും പറയലേ. അസലിയത്തുൻ, നമ്മൾ പറയുന്നു അള്ളാഹ്ക്ക് കലാം എന്നുണ്ട്. എങ്ങനത്തെ കലാമാണത്? അസലിയത്തുൻ, അസലിയത്തായ സിഫത്താണത്. ലറൂദത്തിനായി ഖിയാമിൽ ഹവാദി ബിദാത്തിഹി, അള്ളാഹുവിൻ്റെ ഖദീമായ ദാത്തിൽ ഹാദിസുകൾ നിൽക്കലും മുഹാലാദിന് വേണ്ടി. അള്ളാഹുവിൻ്റെ ദാത്താണെങ്കിൽ എന്താണേനും ഖദീമാണ്. ഇങ്ങോട്ട് ഇത് ഹാദിസാറുണ്ടാവോ? ലൈസമിൻ ജിൻസിൽ ഹുറൂഫി അൽ അസ്വാത്തി എന്നത് കേൾക്കുമ്പോൾ എന്ത് മനസ്സിലാക്കരുത്? നമ്മളിങ്ങനെ പണ്ടേ കേട്ടു വന്ന കലാം ഇപ്പം എന്താ? ശബ്ദമുണ്ട്, ഹർഫുണ്ട്, ആ ജാതി അല്ല. ലൈസ, കലാം അല്ലാമിൻ ജിൻസിൽ ഹുറൂഫി അൽ അസ്വാത്തി, ശബ്ദങ്ങളുടെയും ഹർഫുകളുടെയും ജിൻസിൽ പെട്ടതല്ല. ലറൂറത്തൻ ഹറാദുൻ ഹദിസത്തുൻ, കാരണം എന്താ? ഈ ഹർഫുകളും സോത്തുകളൊക്കെ ഹാദിസായ അർളുകളാണ്. മസ്റൂത്തുൻ ഹുദൂസു ബാലിഹ ബിൻഖിലാഇൽ ബാലി, ബാൽ തീരണം എന്നുകൊണ്ട് ബാലിൻ്റെ ഹുദൂസിന് ഷർത്താക്കപ്പെട്ടതാണ്. എൻ്റെ വായിൽ നിന്ന് ഒരു അടുത്ത അക്ഷരം വരണമെങ്കിൽ ഒരു അക്ഷരം പോകണ്ടേ? കാരണം 1ാമത്തെ അറിവ് തീർന്നിട്ടേ 2ാമത്തെ അറിവ് വരാൻ വയ്ക്കുള്ളൂ, അല്ലെങ്കിൽ കയ്യൂല എന്നുള്ള കാര്യം ബദിഹിയാണ്. വഫിഹാദ റദ്ദുൻ, ഇതിൽ റദ്ദുണ്ട്. അൽ ഹനാബിലത്തി വൽ കിറാമിയത്തി,
ഹംബലിയാക്കളുടെ മേലിലും കിറാമിയാക്കളുടെ മേലിൽ കായിലീന പറയുന്നവരായ എന്ന കലാമുഹു താല അറലുൻ അള്ളാഹുതആലാന്റെ കലാം അറലാണ് മിൻസിൽ അസ്വാത്തിൽ ഉറൂഫി അസ്വാത്തിൻ്റെ ഉറൂഫിൻ്റെ ജിൻസിൽ പെട്ടതാണ് എന്നുകൊണ്ട് പറയുന്ന ആളുകളുടെ മേൽ റദ്ദുണ്ടത്. വമാദാലിക ഫഹുവ ഖദീം ചോലൊന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിലും അത് ഖദീമാന്ന് ഒരു പറയും ചെയ്യും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഹുവ അയൽ കലാമു കലാമ് സിഫത്തുൻ മുനാഫിയത്തുൽ ലിസ്സുകൂതി വൽ ആഫത്തി വല്ലാഹു തആല മുതകല്ലിമുൻ ബിഹാ ആമിറുൻ നാഹിൻ മുഖ്ബിറുൻ. ഇതിൻ്റെ സർവ്വമൊക്കെ സിഫത്ത് എന്ന് പറഞ്ഞാൽ മാനം കായ്മും ബിദാത്തീൻ അള്ളാഹിൻ്റെ ദാത്ത് നിൽക്കുന്ന എന്തോ ഒരു മാന, അത് കദീമാണ്. അത് കദീമാണ്. അള്ളാഹിൻ്റെ ദാത്ത് നിൽക്കുന്ന എന്തൊരു മാനയാണ്. മുനാഫിയത്തിൽ സുക്കൂത്തി വല്ലാഫത്തി, അത് സുക്കൂത്തിനോട് മുനാഫിയാണ്. സുക്കൂത്ത് പറഞ്ഞാൽ ഇപ്പം എൻ്റെ മുമ്പിലിരിക്കുന്നത് ഈ സാധനം, ഇതിപ്പോൾ സാക്കിത്താണ്. ഇത് മുണ്ടാക്കണതിന് എന്ത് അറിയില്ല, സുക്കൂത്ത് അറിയില്ല. മിണ്ടാൻ കയ്യൽ തൊബായ ഒരാൾ ഉണ്ടാക്കുമ്പോൾ എന്തറിയുള്ളൂ, സുക്കൂത്ത്. അതാ അല്ലദീഹു തെർക്കുത്തക്കല്ലുമേ മാൽ കുതിർത്തി അലൈഹി, മിണ്ടാൻ കഴിയുന്നതോടുകൂടി മിണ്ടാതിരിക്കണേനാണ് എന്താ പറയുക, സുക്കൂത്ത് അറിയാം. അങ്ങനെ എന്താ സ്റ്റൂളും ബെഞ്ചും ഒക്കെ അതിനെ പറ്റി നമ്മളെന്താ അറിയില്ല, സാക്കിത്ത് അറിയില്ല. ആ വൽ ആഫത്തി, ആഫത്തിനോടും അല്ലത്തി ഹി അതു മുതാവാത്തിൽ ആലാത്തി, ആലാത്തുകളുടെ മുതാവാത്ത് അനുസരിക്കാൻ ആലത്തുകൾക്ക് വഴിപ്പെടാൻ കഴിയാതിരിക്കണതിൻ്റെ പേരാണെന്ത്, ഇതാ ഈ കൈ നിങ്ങൾക്ക് പൊക്കാൻ കഴിയില്ല ചോ, അതൊരു ആഫത്താണ്. കണ്ണുകൊണ്ട് ഇങ്ങനെ കാണാൻ വയ്ക്കണില്ല, എന്താണ് ആഫത്താണ്. അങ്ങനെ മുതാവാത്തുൽ ആലാത്ത് ഇല്ലാതിരിക്കണതിൻ്റെ പേരാണ് ആഫത്ത് എന്ന് പറയാ. പിന്നെ ഇമ്മാബി ഹസ്ബിൽ ഫിത്രത്തി, ഒന്നുകിൽ ജന്മനാൽ പ്രശ്നമുണ്ടായത് കൊണ്ടായിരിക്കാം. ഹസ്ബിൻ ഫിത്രത്തനുസരിച്ച് ചിലപ്പം അത് മുതാവാത്തുണ്ടാകാം. കമാഫിൽ ഹർസി, നാപ്പട്ടന്മാർക്കുള്ള മാതിരി ഒരാൾ ജന്മനാ എന്ത് ചെയ്യാൻ കഴിയൂല, ഉണ്ടാൻ കഴിയാത്തവരുണ്ടാകാം. ഔബി ഹസ്ബി ലുഅഫിഹ, അതല്ലെങ്കിൽ അതിൻ്റെ ലുഅഫിൻ്റെ സെൻസിലേക്കാണ് ഈ കാരണം അദമി ബുലൂഹിഹ ഹദ്ദൽ കൂവത്തി, ആ കൂവത്തിൻ്റെ ഹദ്ദിന് എത്തിക്കാത്തതുകൊണ്ടാണ് ഈ കാരണം. ഇപ്പോൾ കുട്ടികളടക്കം മാഫി തുഫൂലിയത്തി, കുട്ടികൾക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം തൊട്ടിൽ കിടക്കുമ്പം ഈസാ അലൈഹിസ്സലാം സംസാരിച്ച് എന്നൊക്കെ പറഞ്ഞത് ഒരു ഇത് ഹർക്കുലാദത്താണ്. സ്വാഭാവികമായിട്ട് സാധാരണ ആദ്യത്തെ പ്രകാരം ഇപ്പം നമ്മൾ കുട്ടികളൊക്കെ എപ്പോഴാണ് ഒരു ടൈമുണ്ടല്ലോ സംസാരിക്കാൻ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ പറഞ്ഞ മാതിരി ഏതിൽപ്പെട്ടത്, പിന്നെ ആഫത്ത് തന്നെ പരിധിപ്പെട്ടോ. അപ്പോൾ അതിനോട് മുനാഫിയതായിരിക്കുന്ന ഒരു സിഫത്താണ്. ഫൈൻകീല, അപ്പോൾ ചോദിക്കപ്പെട്ടാൽ ഹാദൽ കലാമു ഇന്നമാ യസ്ദുഖു കലാമിൻ ലഫ്ലി ദൂനൽ കലാമിൻ നഫ്സി, നിങ്ങൾ ഇപ്പം ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഇപ്പോൾ ലഫ്ലിയായ കലാമിൻ്റെ മേലല്ലേ സാധിക്കാകുക, നമ്മൾ നഫ്സിയ കലാമിന് അല്ലല്ലോ. ഇത് സുക്കൂത്തുൽ ഹർസു, നിങ്ങൾ ഈ പറഞ്ഞ മൗനം നാപ്പൊട്ട് എന്നൊക്കെ പറഞ്ഞ ഇന്നമാ ഇനാഫി തലഫുള, അത് നാവുകൊണ്ട് ഇങ്ങനെ ഉച്ചരിക്കലോടല്ല മുനാഫിയാകേണ്ടത്. നമ്മളെ കുറച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കലാമുണ്ട്, നമ്മളേത് കലാമാണ് പറഞ്ഞത്, നഫ്സിയ കലാമ എന്ന് ചോദിച്ചാൽ കുൽന നമ്മൾ പറയാൽ മുറാദു കുൽന നമ്മൾ പറയും അൽ മുറാദ് സുക്കൂത്തു വൽ ആഫത്തു വൽ ബാത്തിനിയത്താനി, ബാത്തിനിയതായിരിക്കുന്ന ആഫത്ത് സുക്കൂത്ത് അവിടെയുണ്ട്. നമുക്ക് ലാഹിറായത് നമുക്ക് മനസ്സിലാവുള്ളൂ. ലാഹിരിയതായിരിക്കുന്ന ആഫത്ത് ഒരാൾക്ക് സംസാരിക്കാൻ കഴിയാതിരിക്കുക, കുട്ടിയായതുകൊണ്ടോ അല്ലെങ്കിൽ എന്തോ പ്രശ്നം ഉണ്ടായതുകൊണ്ടോ നിങ്ങൾ പ്രശ്നം ഉണ്ടാകും, അതൊക്കെ നമുക്ക് മനസ്സിലാവും. ഇതേമാതിരിയുള്ള ആഫത്ത് എവിടെ ഉണ്ടാകാം, ബാത്തിനിയയിലും ഉണ്ടാകാം. ബി അല്ലാ വിരീത ഫി നഫ്സിഹി തക്കല്ലുമ, ഒരാൾ നഫ്സിൽ തക്കല്ലുമിന് ഉദ്ദേശിക്കാതിരിക്കലുകൊണ്ട്, ഔലായക്തിറാലാതാലിക്ക, അല്ലെങ്കിൽ ആ കാര്യം മനസ്സിലേക്ക് ഓട്ടിക്കൊണ്ടിരാക്കാൻ കഴിയലുകൊണ്ട് ഒരാൾക്ക് ചിന്തിച്ചു കാണ്ട് കാര്യം ഉണ്ടാക്കാൻ കഴിയൂല. ഒരാളുടെ ഇന്നൽ കലാമല്ല ഫിൽ ഫുആദി അറിയാം, നമ്മൾ ഫുആദിലാ കലാം ആദ്യം ഉണ്ടാകാറില്ലേ, അതിനാദ്യം കലാം ഫുആദിലെ വരണ്ടേ, പിന്നെ ഫുആദിൽ വരൂല, എന്താ കേട്ട്. പിന്നെ ഫകമ അന്നൽ കലാമ ലഫ്ലിയും വ നഫ്സിയുൻ, കലാമിൻ്റെ കൂട്ടത്തിൽ ലഫ്ലിയും നഫ്സിയും ഉള്ളതുപോലെ ഫഖദ ലിദ്ദുഹു, അതിന് വിപരീതത്തിലുണ്ടാവും എന്ത്, നഫ്സിയും
ലഫ്ലിയും ഉണ്ടാവും. പിന്നെ അയിനിയ സുക്കൂത്ത് വൽ ഹർസ, ഈ സുക്കൂത്ത് ഹർസ് എന്ന ലിദ്ദോടി ഉണ്ടാവും, നഫ്സിയിലും ഉണ്ടാവും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഏതില്ല, നഫ്സിയ ഹർസും ഇല്ല, അതുപോലെ തന്നെ നഫ്സിയതായിരിക്കുന്ന പിന്നെ കൈമാറ സംഗതി ഇല്ലേ, അതൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആലക്കില്ല. നഫ്സിയ സുക്കൂത്തൊന്നുമില്ല. വല്ലാഹു തആല മുതകല്ലിമുൻ, അല്ലാഹു സുബ്ഹാനഹു തആല മുതകല്ലിമാണ് ബിഹാ, ആ സിഫത്ത് കൊണ്ട് മുതകല്ലിമാണ്. ആമിറുൻ നാഹിൻ മുഖ്ബിറുൻ, കൽപ്പിക്കുന്നവനും വിലക്കുന്നവനും കാര്യങ്ങൾ ഇഖ്ബാർ ചെയ്യുന്നവനുമാണ്. ഇനി അന്നഹു സിഫത്തും വാഹിദത്തുൻ, പക്ഷേ സിഫത്ത് ഒന്നാണ്. അല്ലാഹു സുബ്ഹാനഹു ഒരു സിഫത്താണുള്ളത്. ആ ഒരു സിഫത്ത് ഏതാണ്? കലാം. ഇങ്ങോട്ട് എന്ത് ചെയ്യാണ്? തതകസ്സറു ഇലൽ അംരി വൻ നഹി വൽ ഖബരി, അതെന്ത് ചെയ്യാണ്? നിസ്ബത്തിൻ്റെ ഇടയിൽ എൻ്റെ ബിസ്ബത്ത് പോയിക്കണെന്നാല് അമ്ര നഹി ഖബർ പോലത്തേലേക്ക് ചേർത്ത് നോക്കിയിട്ട് മുത്തകസ്സിറാകുകയാണ്. ബിനിസ്ബത്തി ഇതിൻ്റെ അല്ലേ, ഡേറ്റാവിൽ പോയിക്കണം. ബിഖ്തിലാഫി താല്ലുക്കാത്തി, താല്ലുക്കാത്തിൻ്റെ ഇഖ്തിലാഫിനനുസരിച്ച് ഇങ്ങനെ മുത്തകസ്സിറാകുകയാണ്. കൽ ഇൽമി വൽ ഖുദറത്തി വസായിരി സിഫാത്തി, അതൊക്കെ അങ്ങനെ തന്നെയല്ലേ. ഫൈന കുല്ല മിന്ന സിഫത്തും വാഹിദത്തുൻ, ഒറ്റ സിഫത്താണല്ലോ. അപ്പോൾ അതൊക്കെ ഇൽമ ഒറ്റ സിഫത്താണ്, ഖുദറത്ത് ഒറ്റ സിഫത്താണ്. ആണ്. പിന്നെ എന്നാ ഖദീമത്തുൻ, അത് കക്ക ഖദീമത്തുമാണ്. തക്കസുറു വൽ ഹുദൂസു, ഹുദൂസും തക്കസുറും ഒക്കെ ഇന്നമാവു താല്ലുക്കാത്തി ഒരു ഇലാഫാത്തി, താല്ലുക്കാത്തി ഇലാഫാത്തുള്ള ഉയർത്തേക്കിയിട്ടാണ് ഇപ്പം തക്കസുറുള്ളൂ. ലിമ അന്നദാലിക അല്യോബി കമാലി തൗഹീദ്, ഇതെന്തിനാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞത്? അള്ളാഹുവിൻ്റെ തൗഹീദിൻ്റെ കമാലിനോട് അനുയോജ്യം അതാണ്. അല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമൻ്റെ ഒരു പിന്നെ സിഫത്ത് അതന്നെ പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവുന്നറിയാം, തൗഹീദിനോട് എതിരാകും. അതേ അവസരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇൽമ ഒന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കലാമുണ്ട്. ആ കലാമിൻ്റെ താല്ലുക്കാത്ത് കുറേ വലിയ സിഫത്തൊന്നുള്ളൂ. വലിയന്നഹു ലാ ദലീല തഖ്സരി ബിൽ മിന്ന ഫി നഫ്സിയ, ഇവക്ക് ഫി നഫ്സിൽ കസീറ എന്നുള്ള ദലീലൊന്നും ഇല്ലല്ലോ. ഫെങ്കില ചോദിക്കപ്പെട്ടാൽ ആദിഹി അഖ്സാമുല്ലിൽ കലാമി, ഇത് കലാമിനിക്കുള്ള കിസ്മുകളാണ്. ലായുക്കൊലു ജൂദുഹു ബിദൂനിഹ, ഈ അഖ്സാമില്ലാതെ കലാമിൻ്റെ വജൂദ് കോലപ്പെടൂലല്ലോ എന്ന് ചോദിച്ചാൽ കൊല്ല, അതിന് നമ്മൾ മറുപടി അറിയോ? ഇന്നഹു മംനൂൻ, അത് സമ്മതിക്കൂല. ബൽ ഇന്നമാ യസീറു അഹദു തിൽക്കൽ അഖ്സാമി ഇന്ദ താല്ലുക്കാത്തി, ഇന്നമാ യസീറു അഹദാന്ന് വായിച്ചാൽ മതി. യസീറു ഉസ്തലമി ഫായിലുണ്ട്. അപ്പോൾ ഇന്നമാ യസീറു ആ അള്ളാഹുവിൻ്റെ കലാമു ആകും. അഹദ തിൽക്കൽ അഖ്സാമി, നിങ്ങൾ പറഞ്ഞ അംർ നഹി പോലുള്ള കിസ്മുകളുണ്ടല്ലോ, ആ കിസ്മിൽപ്പെട്ട ഒന്നായി മാറും. ഇൻ്റെ താല്ലുക്കാത്തി, അതിനോട് താല്ലുക്കാവുന്ന നേരത്ത് മാത്രം. ഇന്നമന്ന അസ്ര തിൽക്ക ഇന്ദമലാണ്. വദാലിക ഫീമാ യുസാലു ഫീമാ യസാലു, പിന്നീട് ആയിത്തീരുന്നതിലാണ് അതിൻ്റെ ആയിത്തീരുക. അമ്മാബിൽ അസലി, അസല് പല എങ്കിസാമ അസലൻ, അള്ളാഹിൻ്റെ കലാമിന് എന്തില്ല എങ്കിസാമ് ഇല്ല. അസല് എന്തേ ഉള്ളൂ, ഈ കലാം എന്ന് പറയുന്ന സിഫത്ത് തന്നെ ഉള്ളൂ. അതേസരത്തിൽ പിന്നെ അത് ഇവിടെ പിൽക്കാലത്ത് പിന്നെ ഓരോന്നുമായി അംബറിനോടും നഹീനോടും ഖബറിനോടും ഒക്കെ ഇങ്ങനെ ബന്ധിക്കുമ്പോൾ അവിടെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇൻകിസാമിൻ്റെ വിഷയം ഉദിക്കുന്നുള്ളൂ. നടക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇപ്പം ലാസ്റ്റ് ചോദിച്ചിരുന്ന എന്തേനു? അപ്പം കലാമിൻ്റെ കിസ്മാണല്ലോ അംറു നഹീം മറ്റും മറിച്ചതൊക്കെ. അപ്പോൾ പിന്നെ അതില്ലാതെ പിന്നെ ഏതുണ്ടാവില്ലല്ലോ, ഈ സാധനം കോലപ്പെടൂലല്ലോ എന്നേ പറഞ്ഞിനി. അതിന് മറു പറഞ്ഞിരുന്നത് അങ്ങനെയൊന്നുമില്ല, അസല്ലെങ്കിൽ എന്തുണ്ടാവില്ല, ഇൻകിസാം ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞു മറുപടി പറഞ്ഞു. ഇനി ഇനി നോക്കുക, ചിലർ പോയി ഇല അന്നഹു, നിശ്ചയമായിട്ടും ഈ കലാമ് ഫിൽ അസലി ഖബറുൻ, അസലിൽ ഒരു ഖബർ മാത്രം, അമ്ര നഹി ഖബർ മറ്റേ അങ്ങനെ നോക്കണ്ട, വെറും ഖബർ മാത്രം. ഒരു പറഞ്ഞ നാക്ക നോക്കുകയാണേ, അത് റെഡിയല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. ലിഅന്ന ഹാസിലൽ അംരി, കാരണം അമ്ര എന്ന് പറയുന്ന ഹാസിൽ എന്താണ്? ഇഖ്ബാറൻ ഇസ്തിഹ്ഖാഖി തവാബി അൽ ഫീലി, ഇന്നാലിന് ചെയ്ത കൂലി അർഹമാക്കുട്ടോ എന്ന് വർത്താനം പറയലാണ്.
നിസ്കരിച്ചോളൂ ഇന്നാലിനെ കിട്ടും എന്നുള്ള കൽപ്പിച്ച അതിൻ്റെ അർത്ഥം എന്താണ്? അക്കീമോ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന് മേൽ ഇന്നാല് സവാബ് കിട്ടുന്നതാണ് ഖബറായി മാറ്റിയില്ലേ. ഇനിയോ വൽ ഇക്കാ ബി അനി തെർക്കി, തെർക്കിനെ തൊട്ട് എൻ്റെ മേലിൽ തെർക്കിൻ്റെ മേലിൽ ഇക്കാബിനെയും ഇസ്തിഖാക്കിനെ തുറത്തനം പറയലാണ്. കള്ള് കുടിച്ചാൽ ഇന്നാശ ഉണ്ടാവുന്നതാണ് എന്നാ, കള്ള് കുടിക്കരുത് എന്നതിനാന അതോ നെഹി അനിൽ അക്സീദ്, നെഹിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അതിൻ്റെ വിപരീതമാണ്. ഹാസുൽ ഇസ്തിഖ്ബാരി പിന്നെ അൽ ഖബറു തലബിൽ തലബിൽ ഇലാമീൻ, ഒരു കാര്യം അന്വേഷിക്കുക എന്ന് പറഞ്ഞതിന് ഹാസിൽ എന്താണ്? ഇലാമിനെ തേടുന്നുണ്ട് എന്ന് വർത്താനം പറയലാണ്. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ എന്ത് തേടുന്നുണ്ട് വർത്താനം പറയലാണ്, അന്നിൽ നിന്ന് ആ അറിവ് പറഞ്ഞുതരാൻ ഞാൻ തേടുന്നു എന്ന് വർത്താനം പറയലാണ്. അപ്പോൾ ചുക്കി പറഞ്ഞു ചുക്ക ഖബറാണ്. അപ്പോൾ ഹാസുലുൻ നിദായി, അതുപോലെ തന്നെ യാ മൂസ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഹാസില് അൽ ഖബറുൻ തലബിൽ ഇജാബത്ത്, ഇജാബത്ത് തേടലിന് വർത്താനം പറയലാണ്. മൂസൻ്റെ വക്കലിൽ നിന്ന് ഒരു ഇജാബത്ത് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ എന്ന് വർത്താനം പറഞ്ഞിരിക്കലാണ്. ഇങ്ങനെ അങ്ങോട്ട് പറയാം എല്ലാത്തിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒക്കെ ഖബറാണ്. അപ്പോൾ ഏത് വരുന്നില്ല, ഇൻകിസാമിൻ്റെ വിഷയം വരുന്നില്ല. അപ്പോൾ ഹാസ് വറുദ്ദ, അതിന് റദ്ദ് ചെയ്യപ്പെട്ടു ബി അന്നാനാലമു, നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിപ്പിച്ചാലും സംഗതി നമുക്ക് ഉറപ്പാണല്ലോ. ഇഖ്തിലാഫു ആദിൽ മഅനി, ഈ മഅനൊക്കെ വേറെ വേറെയാണെന്ന് നമുക്ക് അറിയാമല്ലോ. ആരനെ നിഷേധിച്ചിട്ട് എന്താ കാര്യം? കൽബിലുണ്ടായിക്കൊണ്ട് വെറുതെ അങ്ങനെ തൊള്ളക്കന്നാക്കിയിട്ട് കാര്യമില്ലല്ലോ. ബിൽ ലറൂറ, ലറൂറത്തല്ലേ, അമ്രല്ലാത്ത വേറൊന്നാണ് നെഹി, നെഹിയും അമ്രം അല്ലാത്ത വേറൊന്നാണ് ഖബർ. ഇത് വേറെ വേറെ സംഗതിയായിട്ട് നമുക്ക് കൽബ് കിട്ടുന്നുണ്ടല്ലോ. പിന്നെ വസ്തിസാമുൽ ബാദിലിൽ ബാദി ലാ യൂജിബുൽ ഇത്തിഹാദ, ബാദ് ലാസിമാക്കി വിചാരിച്ച് കാണ്ട് ഇത്തിഹാദിന് നിർബന്ധമാക്കൊന്നുമില്ലല്ലോ. എങ്ങനെ ബാദിൻ്റെ ഇസ്തിൽസാമ് ഇത്തിഹാദിന് എന്താകുന്നില്ല നിർബന്ധം. ഇതിനാൽ അതുണ്ടാവുമ്പോൾ കിട്ടും പറഞ്ഞു. ഒരമ്ര എന്ന സംഗതി ഉണ്ടാകുമ്പോൾ ഓനോട് നിന്നിൽ നിന്ന് ഞാൻ തേടുന്നു വർത്താനം പറയാൻ വയ്ക്കുക ലാസിമാക്കിയിട്ട് ശരി തന്നെയാണ്. അതുകൊണ്ട് അത് ഇത്തിഹാദാവില്ലല്ലോ. അമ്ര വേറെ തന്നെയാണ്, നെഹി വേറെ തന്നെയാണ്. നമുക്ക് രണ്ട് ഹക്കീക്കത്ത് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. നിർവചിക്കാൻ കഴിയില്ല അമ്ര എന്നാലെന്ത് നെഹി എന്നാലെന്ത് എന്ന്. ഫൈൻ കെയില, ഇനി ചോദിക്കപ്പെട്ടാൽ അമ്രു വൻ നെഹിയു ബില മൗമൂരി വല മൻഹീൻ സഫഹുൻ, മൗമൂറില്ലാത്ത അമ്രും മൻഹിയില്ലാത്ത നെഹിയും ഒക്കെ പൊട്ടത്തരല്ലേ. ഈ ആദമു നുസ്കുൻ നന്തവ സൗജിക്കൽ ജന്ന എന്ന് പറയാ. ആദം എന്നെ ഇവിടെ ഇല്ല, മൗമൂറാവുന്ന ആരും ഇവിടെ ഇല്ല, ആദം എന്നെ. പിന്നെ ആയ ആദം എന്ന് പറയാം. ലാ തഖറബ ഹാദി ഷജറ എന്ന് പറയാം. ഇതില്ല നെഹിയപ്പെടുന്ന ആദം ഇല്ലാതിന് മുമ്പിന് എന്ത് പറയാ? അതൊക്കെ സഫഹല്ലേ, വഅബസുൻ വെറും വർത്താനം അല്ലേ. വൽ ഇഖ്ബാറു വൽ അഖ്ബാറു എന്ന് വെച്ച് നോക്കുക. വൽ അഖ്ബാറു ബിൽ അസലി ബി ത്വരീഖിൽ മുളിയി കദിബുൻ, അസലുള്ള വർത്തമാനങ്ങളൊക്കെ ബി ത്വരീഖിൽ മുളിയി, മുളിയിലെ ത്വരീഖിലൂടെയുള്ള ഖബറുകളൊക്കെ കദിബുൻ മഹലുൻ, തനി കളവല്ലേ. കഴിഞ്ഞാൽ തന്നെ കത് സമി അല്ലാഹു കൗലല്ലത്തി തുജാദിലുക ഫീ സൗജിഹ, അള്ളാഹ് കേട്ട് കഴിഞ്ഞു. ഇവിടെ തന്നെ ആ ഖൗലത്തി ബീവി ജനിച്ചിട്ടല്ല, മനസ്സിലായില്ലേ? അപ്പോൾ മുളിയിൻ്റെ തരീക്കിലൂടെ മക്കത് സമയ പോലത്തെ മാലിയ ഫീലുകൊണ്ടുള്ള വർത്തമാനം പറയലൊക്കെ കദിബ് അല്ലേ. യജിബ് തൻസീഹുല്ലാഹി തആല അൻഹു, കദിബിനെ തൊട്ടൊക്കെ അള്ളാഹിനെ തൻസീഹ് ചെയ്യണ്ടേ എന്ന് ചോദിക്കപ്പെട്ടാൽ ഖുൽനാ നമ്മൾ പറയും ഇല്ലം നജിഅൽ കലാമഹൂഫിൽ ഇല്ലം നജിഅൽ കലാമഹൂഫിൽ ലംസി അമ്രം വ നഹിയം വ ഖബറൻ ഫലാ ഇഷ്കാല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമിനെ അസല് അമ്ര നഹി ഖബർ എന്ന സംഗതിനല്ല പറഞ്ഞാൽ പിന്നെ ഞാൻ ഇഷ്കാല് വരില്ലല്ലോ. അസല് അമ്ര നഹി ഉണ്ട് പറയുമ്പോഴേ ബന്ധമുള്ളൂ, ഇഷ്കാൽ തന്നെ വരുന്നുള്ളൂ. വൈജാൽനാഹു ഇനി ഉണ്ട് പറഞ്ഞാലോ ഫൽ അമ്രു ഫിൽ അസലി. അപ്പം അസല് അള്ളാഹ് കൽപ്പിച്ചിട്ടുണ്ടല്ലോ ഉസ്കുൻ അന്തോ ചോദിക്കാന്നുള്ള കൽപ്പനയും അതിൽ ഈജാബി തഹസീലിൽ മൗമൂരി ബിഹി വി വക്തു വജൂദിൽ മൗമൂരി, മൗമൂർ ഇനി വരുമ്പോൾ ആ മൗമൂർ ബീനെ ചെയ്യണട്ടോ എന്നുള്ളതാണ് അത്, എന്നല്ലാതെ അന്ന് അമ്ര ഇതൊക്കെ അല്ല. പിന്നെ അതുപോലെ തന്നെ സൈറൂറത്തിഹി അഖിലല്ലി തഹസീലിഹി, ആ ആള് ഈ സംഗതി ഹാസിലാക്കാനുള്ള അഖിലുമാവുന്ന സമയത്ത് ചെയ്യണട്ടോ എന്നതിൻ്റെ അർത്ഥം. ആദം ലോകത്ത് വരികയും സ്വർഗം പടക്കപ്പെടുകയും എന്നിട്ട് അതിൻ്റെ ആരാകുമ്പോൾ പ്രവേശിക്കാനുള്ള കൽപ്പന ഉണ്ടാകുന്നു, അതാണ് അതിൻ്റെ അർത്ഥം. പിന്നെ
ഫേക്ക് ഫി വജൂദിൽ മൗമൂരി ഫി ഇൽമിൽ ആമിരി. അപ്പോൾ ഒരു മൗമൂർ ആമിറിൻ്റെ ഇൽമിലുണ്ടായാൽ മതി. ആമിർ അല്ലല്ലേ, അള്ളാൻ്റെ ഇൽമിൽ ഏതുണ്ട്? പിൽക്കാലത്ത് ആദം ജനിക്കും, സ്വർഗം നമ്മൾ പടക്കും, അങ്ങനെ അത് അള്ളാൻ്റെ ഇൽമിലുണ്ടല്ലോ, മതി. ആ കമായിദ ഖദ്ദറ റജുല ഇബ്നൻ ലഹു ഫഅമറഹു. ഒരാൾ തഖ്ദീർ ചെയ്തു റജുലിനെ തനിക്ക് ഇബിനായിട്ട്, ഫഅമർഹു ബി അൻ യഫ്അല കദാ ബഅദൽ വജൂദി, ഉണ്ടായതിന് ശേഷം കൽപ്പിക്കണം എന്നാൽ ചെയ്യണം എന്ന് കൽപ്പിക്കുന്ന മാതിരി. വൽ അഖ്ബാറു ബിൻ നിസ്ബതി ഇലൽ അസലി, ഈ ഖബറുകളൊക്കെ അസലുകൾ ചേർത്തി നോക്കുമ്പോൾ ആ തസ്വി ഷൈഇമിൽ അസ്മിനത്തി സമാനം ചെയ്യുന്ന തസ്വാലല്ലോ. പിന്നെ ഇപ്പം ആകെയുള്ള ഇപ്പം എന്താ മൗമൂറില്ലാതെ അമ്ര പ്രശ്നമില്ല, അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ വേറെ ഇനി ഖബർ അതുകൊണ്ട് പറഞ്ഞ് തീരുമാനമാക്കി. ഇനിയിപ്പോൾ ഏതാണുള്ള ഖബറുകൾ പിന്നല്ല എങ്ങനെയാണ് മറ്റേ ഇങ്ങനെയാണ് മറ്റേ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വർത്തമാനങ്ങളാണ്. ഒരുപാട് ഖബർ ഖുർആനിലുണ്ടല്ലോ, ഖബർ എത്രയോ വർത്തമാനങ്ങളുണ്ട്. ആ വർത്തമാനങ്ങളൊക്കെ അസലുള്ള ചേർത്തി നോക്കുമ്പോൾ അതിന് ജമാനാണ് സംഗതിയുടെ ചർച്ച അല്ല. പിന്നെ അവിടെ ജമാൻ്റെ വിഷയമാണല്ലോ. വർത്തമാനം ഇപ്പം പറഞ്ഞൂടെ, വരാൻ വേണ്ടി മുമ്പ് ഇങ്ങോട്ട് വർത്താനം പറയാം, കഴിഞ്ഞ ഇങ്ങോട്ട് വർത്താനം പറഞ്ഞൂടെ, ഒക്കെ വർത്താനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയല്ലോ. ഇത് കാരണം ലാ മാദിയ വല മുസ്തഖ്ബില വല ഹാല ബിൻ നിസ്ബതി ഇലല്ലാ, അള്ളാഹിനോട് ചേർത്തി നോക്കുമ്പോൾ ഹാലും ഇല്ല മാദി ഇല്ല മുസ്തഖ്ബില സംഗതി തന്നെയല്ല. കാരണം തൻസീഹി അൻ സമാൻ, അള്ളാഹ് അതിനത്തൊട്ട് പരിശുദ്ധനാണ്, സമാനത്തൊട്ട് പരിശുദ്ധനാണ്. ഏതുപോലെ കമാന്ന ഇൽമഹു അസ്ലിയുൻ, അള്ളാഹ് ഇൽമൻ അസ്ലിയാണ്. ലാ തഗയ്യറു ബിതഗയ്യിരിൽ അസ്മാനി, സമാന തഗയ്യറു തഗയ്യറല്ലോ. അത്